ESP32 മൊഡ്യൂൾ കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി വൈഫൈ സ്കാനറാണ് ഇന്നത്തെ പ്രൊജക്റ്റ്. അത് വൈഫൈ സിഗ്നലിൻ്റെ SSIDയും എത്ര ശതമാനത്തോളം റിസ്ക് ഉണ്ട് ഹാക്ക് ആവാൻ, ഇതൊക്കെ മെഷർ ചെയ്യും. കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻസ് ആണ് OLED ഡിസ്പ്ലേ, ESP32 മൊഡ്യൂൾ, ബ്രെഡ് ബോർഡ്, പിന്നെ ജാമ്പർ വയേഴ്സ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻസ്. ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കി കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുക. ഇത് ആക്യുറസി എഫിഷ്യൻസിൻ്റെ ടേബിളാണ്. ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ടേബിൾ ഞങ്ങൾക്ക് സെറ്റാക്കിയിട്ടുണ്ട് വീഡിയോയിൽ. വർക്കിങ്, പിന്നെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ എന്തിനൊക്കെ ഉപയോഗിക്കണം, എന്തിനൊക്കെ ഉപയോഗിക്കരുത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ സെറ്റാക്കുന്നുണ്ട്. ട്രൂത്ത് ടേബിൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും പ്രൊജക്റ്റിൻ്റെ ഒരു ധാരണ, എന്തിനൊക്കെ ഉപയോഗിക്കണം, എന്തിനൊക്കെ ഉപയോഗിക്കേണ്ട, ആ പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ പ്രൊജക്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നത് മെയിനായിട്ട് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഹാക്ക് ചെയ്യാനോ ബേസ്ഡ് എന്ന് വെച്ചാൽ വൈഫൈ ജാം ചെയ്യാനോ അല്ലെങ്കിൽ വൈഫൈ പാസ്വേഡ് ഹാക്ക് ചെയ്തെടുക്കാനോ അറ്റാക്കിങ്ങോ ഇതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. അത് വൈഫൈ സ്കാൻ ചെയ്യും, അതിൻ്റെ വൈഫൈൻ്റെ നെയിമും അതുപോലെ തന്നെ എത്ര സമയം റിസ്ക് ഉണ്ട് അത് മെഷർ ചെയ്യും. ആ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യാം. അതുകൊണ്ട് വൈഫൈ ഹാക്ക് ചെയ്യുകയോ അറ്റാക്ക് ചെയ്യുകയോ അതൊന്നും ചെയ്യില്ല. നിങ്ങൾ കാണാം മൊബൈലിൻ്റെ വൈഫൈൻ്റെ നെയിം പക്കയായിട്ട് അതിൽ കാണാം നമുക്ക്. അത് 100% ആക്യുറസിയാണ്. ആ 100% ആക്യുറസി ഉണ്ട്. പക്ഷേ സ്പീഡും അതുപോലെ തന്നെ റിസ്ക് മെഷർ ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, അതൊക്കെ ആക്യുറസി കുറവാണ്. നമുക്ക് ആക്യുറസി ടേബിൾ നോക്കിയാൽ ഒന്നും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. അതുപോലെ സെക്യൂരിറ്റി, ഏതാണ് സെക്യൂരിറ്റി, അതൊക്കെ മെഷർ ചെയ്യാൻ 100% ആക്യുറസി. എൻ്റെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഹാക്കിംഗ് വീഡിയോ ലീഗൽ പ്രൊസീജിയർ നോക്കി ഞാൻ ഇടുന്നതായിരിക്കും.